ഞങ്ങൾ ക്ലാസ്സിൽ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുകയാണ്. സാറ് വഴക്ക് പറയും ഞങ്ങൾ. Good afternoon all. Good afternoon. Good afternoon, ma'am. Good afternoon, Miss. Good afternoon, Miss. Okay, class start ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ HR മാനേജറും ലൈൻ മാനേജറും അവരുടെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓർക്കുന്നുണ്ടോ? വായിച്ചായിരുന്നു എല്ലാവരും? വായിക്കുന്നുണ്ടോ എല്ലാവരും? ഓക്കെ. Then just ലൈൻ മാനേജറും then HR മാനേജറും then അവരുടെ കുറച്ച് ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഇമ്പാക്ട് ഓഫ് HRM ഓൺ ഓർഗനൈസേഷണൽ പെർഫോമൻസ്. എല്ലാം നമ്മൾ ഈ ഒരു ചാപ്റ്റർ പറഞ്ഞു. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. HRM-നെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ ബേസിക് ആയിട്ട് എന്താണ് HRM-ന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ഇമ്പാക്ട് ഓഫ് HRM ഓൺ ഓർഗനൈസേഷണൽ പെർഫോമൻസ്. ഇമ്പാക്ട് അതിന്റെ എന്താ ഒരു HRM-ന്റെ സ്വാധീനത്തെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. HRM practices can improve employee skills and abilities so that they improve organizational performance. HRM practices നമ്മൾ പറഞ്ഞു എംപ്ലോയീസിന്റെ സ്കിൽസിനെയും എബിലിറ്റിനെയും ഇംപ്രൂവ് ചെയ്യിക്കാനും അതോടൊപ്പം തന്നെ എന്താണ് അവരുടെ എംപ്ലോയീസിന്റെ പെർഫോമൻസിന് അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും സാധിക്കുന്നു. ട്രെയിനിങ് ഈസ് എ മാനേജ്മെന്റ് ടൂൾ used to develop skills and knowledge as a method of boosting an individual's and ultimately an organization's current performance in terms of efficiency, effectiveness and productivity. ട്രെയിനിങ് തുടങ്ങിയുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ട്രെയിനിങ് ഞാൻ വായിക്കാം, ആ ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. ട്രെയിനിങ് ഈസ് എ മാനേജ്മെന്റ് ടൂൾ used to develop skills and knowledge as method of boosting an individual. അവിടെ വരെ ഇൻഡിവിജ്വൽസ് എന്ന് കണ്ടോ? അവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അണ്ടർലൈൻ ചെയ്ത് അത്രയും ഭാഗം ഇൻഡിവിജ്വൽസ് വരെ മതി. ഓക്കെ. അപ്പൊ ട്രെയിനിങ് എന്ന് പറയുന്നത് അല്ലെ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഒരു ജോലിയിൽ നമ്മൾ ആദ്യം പ്രവേശിക്കുമ്പോൾ ചിലപ്പോ ഒരു നമ്മളൊരു പുതിയതായിട്ട് നിങ്ങളൊരു മീൻസ് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ചിലപ്പോ ഒരു ഫസ്റ്റത്തെ ഒരു 3 months എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രെയിനിങ് പീരീഡ് ആയിരിക്കും അല്ലെ. ഒരു 3 മാസം ട്രെയിനിങ് പീരീഡ് തരും അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ ട്രെയിനിങ് കിട്ടിയാൽ എന്തെങ്കിലും മെച്ചമുണ്ടോ? ട്രെയിനിങ് നമുക്ക് നൽകുന്നത് കൊണ്ട്, നമുക്ക് ട്രെയിനിങ് ലഭിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം? അതിന് എന്തെങ്കിലും നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ടോ ട്രെയിനിങ് ലഭിക്കുന്നത് കൊണ്ട്? ഉണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ കമ്പനി നമുക്ക് ട്രെയിനിങ് തരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ട്രെയിനിങ് തരുന്നത്? അല്ലെങ്കിൽ അവർക്ക് നമുക്ക് നേരിട്ട് വർക്കിലോട്ട് കയറ്റിയാൽ പോരെ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു കമ്പനി നമ്മളെ ഒരു 3 months അല്ലെങ്കിൽ 2 months ട്രെയിനിങ് എന്ന് പറയുന്നത്? എന്തെങ്കിലും റീസൺ ഉണ്ടോ അതിന്? ഉണ്ടോ? ഇല്ല. നോക്കാം. ട്രെയിനിങ് ഇസ് എ മാനേജ്മെന്റ് ടൂൾ അല്ലെ. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെന്റ് ടൂൾ ആണെന്ന്. എന്തിനു വേണ്ടി? used to develop skills and knowledge as a method of boosting individuals അല്ലെ. അതായത് ഒരു ബൂസ്റ്റിംഗ് മെത്തേഡ് മീൻസ് നമ്മുടെ എംപ്ലോയീസിന്റെ സ്കിൽസും നോളജും അതിനൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ടാണ് ഈ ട്രെയിനിങ് തരുന്നത്. ഇപ്പൊ നമുക്ക് ആദ്യത്തെ 3 മാസം നമ്മൾ എങ്ങനെയാണ് ആ ജോബ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കുന്ന ടൈമാണ് ഈ ഒരു ട്രെയിനിങ് പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ കഴിവുകളും നമുക്ക് ആ നമ്മുടെ ജോലിയെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുകയും ശേഷം 3 months ട്രെയിനിങ്ങിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ പെർഫോമൻസോടെ ചെയ്യാനായിട്ട് സാധിക്കും. സോ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെന്റ് ടൂൾ ആണ്.
that help എന്താണ് develop skills and knowledge. എംപ്ലോയീസിന്റെ സ്കിൽസും നോളജിനെയും ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു ടൂൾ ആണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. Then ultimately an organization's current performance in terms of efficiency, effectiveness and productivity അല്ലെ അതോടൊപ്പം തന്നെ എന്താണ് ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു കമ്പനിയിലെ നിലവിലുള്ള പെർഫോമൻസിനേക്കാളും കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ടും ഇഫക്റ്റീവ്നെസ് ആയിട്ടും നല്ല രീതിയിൽ എന്താണ് ഒരു പ്രൊഡക്ടിവിറ്റി ഒക്കെ കിട്ടാനും ഈ ട്രെയിനിങ് മൂലം നമുക്ക് സാധിക്കുന്നു അല്ലെ. എംപ്ലോയീസ് അതുവരെ ആ കമ്പനിയിൽ എങ്ങനെയാണോ അതിനേക്കാൾ കുറച്ചും കൂടി നല്ലൊരു പ്രൊഡക്ടിവിറ്റി കിട്ടാനും നല്ലൊരു മെച്ചപ്പെട്ട ഒരു എല്ലാ എംപ്ലോയീസും നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ട്രെയിനിങ് കൊണ്ട് നമുക്ക് ഹെൽപ്ഫുൾ ആണെന്ന്. ക്ലിയർ ആണോ? ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത് എല്ലാവരും ഓക്കെ. ഇപ്പൊ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൂൾ ആണ് നമ്മുടെ നിലവിലുള്ള എംപ്ലോയീസിന്റെ പെർഫോമൻസിന് കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് നമ്മളുടെ കഴിവുകളും അല്ലെ നമ്മളുടെ കഴിവുകളൊക്കെ കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂൾ ആണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. എക്സാമിന് ചിലപ്പോൾ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ട്രെയിനിങ്. ഓക്കെ. Then HRM affects positively in the following points. HRM പോസിറ്റീവ് ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്ന് അല്ലെ നമ്മൾ പറഞ്ഞു. HRM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് എല്ലാ മേഖലകളിലും അല്ലെ ഏതൊരു മേഖല നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ് HRM അവിടെ ഇമ്പോർട്ടന്റ് ഉണ്ട്. സോ HRM അഫക്ട് ചെയ്യുന്ന പോസിറ്റീവ്ലി അഫക്ട് ചെയ്യുന്ന എന്തൊക്കെയാണെന്നുള്ള ഏരിയകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, റിക്രൂട്ടിംഗ് ആൻഡ് skilled individuals. The recruitment process is an essential aspect in any organization which mainly drives the output and efficiency of the organization. The recruitment process of any organization is mainly controlled by human management department of the organization. Look up. Recruitment process. Recruit ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? റിക്രൂട്ട് ചെയ്യുക. റിക്രൂട്ട്മെന്റ് എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ ഫസ്റ്റ്ലി പഠിച്ച ചാപ്റ്ററിൽ റിക്രൂട്ട് ചെയ്യുക അല്ലെ. കമ്പനിയിലേക്കുള്ള ഒഴിവുകളിലേക്ക് ആളുകൾ എന്ത് ചെയ്യാം, വേക്കൻസി ഫിൽ ചെയ്യാനായിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു അല്ലെ. അപ്പൊ എന്താണ് ഒരു ഓർഗനൈസേഷന്റെ മെയിൻലി പ്രൊഡക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ അതായത് ഒരു ഓർഗനൈസേഷന്റെ പ്രധാനമായിട്ടും നിയന്ത്രിക്കുന്നതും അല്ലെങ്കിൽ എന്താണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് ഓഫ് എനി ഓർഗനൈസേഷൻ മെയിൻലി കൺട്രോൾ ചെയ്യുന്നതും ഒരു ഓർഗനൈസേഷന്റെ റിക്രൂട്ട്മെന്റും സെലക്ഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ആ ഓർഗനൈസേഷനിലെ ഹ്യൂമൻ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്കറിയാലോ HR ഡിപ്പാർട്ട്മെന്റ് ആണ് റിക്രൂട്ട് ചെയ്യുന്നതും സെലക്ഷനും ഇന്റർവ്യൂവും അല്ലെ. നമ്മൾ എങ്ങനെയാണോ വേക്കൻസിയൊക്കെ ഫിൽ ചെയ്യുന്നത്, ആളുകളെ തിരഞ്ഞെടുക്കുന്നതും റിക്രൂട്ട് ചെയ്യുന്നതും ട്രെയിനിങ് കൊടുക്കുന്നതും ഇതെല്ലാം ഒരു ഹ്യൂമൻ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ആ ഒരു ഓർഗനൈസേഷന്റെ ഹ്യൂമൻ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത്. Then പിന്നെ പറയുന്നത് എന്താണ്? റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അറിയാലോ നിങ്ങൾക്ക് അല്ലെ. ഒരു കമ്പനിയിലേക്ക് ആളുകളെ നമ്മൾ പറഞ്ഞു ചുമ്മാ എല്ലാ ആളുകളെയും കൂടി നമ്മൾ സെലക്ട് ചെയ്യാറുണ്ടോ കമ്പനിയിൽ? അപ്പൊ നിങ്ങളൊരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് പോയി. സോ ഇന്റർവ്യൂവിന് വന്നവരെ എല്ലാവരെയും കമ്പനി സെലക്ട് ചെയ്യാറുണ്ടോ? എല്ലാവർക്കും ജോലി കിട്ടാറുണ്ടോ? നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ കിട്ടാറുണ്ടോ? നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ടാവില്ലേ? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തവർ ആരുമില്ല. ഏതെങ്കിലും ഫീൽഡിൽ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടോ? ആരും പോയിട്ടില്ല. ഓക്കെ, ഇനി പോകാനായിട്ടുണ്ട് അല്ലെ. ഓക്കെ, നമ്മൾ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇനി പോകാനുള്ളവരാണ്. സോ നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ പെർഫോമൻസിനനുസരിച്ചിട്ടാണ് അവർ നമ്മളെ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത് അല്ലെ. അല്ലാതെ നമുക്ക് ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഒന്നും ഇല്ലെങ്കിൽ നമ്മളെ കമ്പനി സെലക്ട് ചെയ്യോ? ഏതൊരു ഫീൽഡിലാണെങ്കിലും ആ ഒരു ഫീൽഡിന് ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടോ അല്ലേ, അല്ലെങ്കിൽ നമുക്ക് അവിടെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ, ഇതിന്റെ എല്ലാം ബേസിസിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ അതിനെയാണ് റിക്രൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോസസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ HR മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇങ്ങനെയുള്ള റിക്രൂട്ട്മെന്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അതുപോലെ സ്കിൽഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നതും മറ്റും HRM ആ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. Then the major skills are, ഇനി അതിന് വേണ്ടുന്ന കഴിവുകൾ എന്തൊക്കെയാണെന്ന്, എങ്ങനെയുള്ള സ്കിൽസ് ആണ് നമുക്ക് വേണ്ടതെന്ന് റിക്രൂട്ട് ചെയ്യുമ്പോഴും മറ്റും പോയിന്റ്സുകളാണ്. ഒന്ന് മനസ്സിലാക്കി വായിക്കാം കേട്ടോ പോയിന്റ്സ്. ഫസ്റ്റ് വൺ പറയുന്നത് എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് എഫിഷ്യന്റ്ലി ആൻഡ് വർക്ക് വിത്ത് അതർ സ്റ്റാഫ് മെമ്പേഴ്സ് അക്രോസ് ദ ഓർഗനൈസേഷൻ അല്ലേ. സ്ഥാപനത്തിലെ മറ്റ് അംഗങ്ങൾ, ഓർഗനൈസേഷനിലെ മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സിനോട്
നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം അല്ലെ? നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. നമ്മള് HR ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നവരാണെങ്കിൽ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ. ഇപ്പൊ ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും മറ്റു ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് നല്ലൊരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. Ability to work in a team to motivate other staff for productive outcomes. Ability to work in a team അല്ലെ? ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ മറ്റു സ്റ്റാഫുകളെ നമുക്ക് എന്ത് ചെയ്യണം? മോട്ടിവേറ്റ് ചെയ്യണം. എന്തിനു വേണ്ടി? ഫോർ പ്രൊഡക്റ്റീവ് ഔട്ട്കംസ്. നമ്മുടെ കമ്പനിയുടെ നേട്ടത്തിന് വേണ്ടി മറ്റുള്ളവരെയും കൂടി നമ്മൾ പ്രചോദനം കൊടുക്കാന്ന്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ജോലിയിൽ കയറി, എവിടെയെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾ ജോബ് ചെയ്യുന്നതാണ്. സോ നമ്മൾ എന്താണ് ആദ്യമായിട്ട് വരുന്നവരാണ്. സോ നമ്മൾ ട്രെയിനിങ് പീരീഡ് ഒക്കെയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ നമ്മളോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് അല്ലെ? എങ്ങനെ വർക്ക് ചെയ്യണോട്ടോ, അല്ലെങ്കിൽ കുറെ മെത്തേഡുകൾ പറഞ്ഞു തരും. നമുക്ക് വർക്ക് അറിയില്ല. സോ നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പനിക്ക് നല്ലൊരു പ്രൊഡക്റ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട്. അവരുടെ സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ടാണോ? അല്ല, മറിച്ച് കമ്പനിയുടെ ലാഭത്തിന് വേണ്ടിയിട്ട്. നമുക്കറിയാത്ത പുതിയ പുതിയ സ്റ്റാഫുകൾ വരുമ്പോൾ ഓൾറെഡി അവിടെ ഉള്ള സ്റ്റാഫുകളൊക്കെ ആണെങ്കിൽ എന്താണ്, അവരുടെ അനുഭവം വെച്ചിട്ട് നമ്മളോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇല്ലേ? തരാറില്ലേ? അങ്ങനെയല്ലേ? ഏത് സ്ഥാപനവും ആയിക്കൊള്ളട്ടെ, നമ്മൾ പുതിയതായിട്ട് ചെല്ലുമ്പോൾ അവിടെയുള്ള പഴയ സ്റ്റാഫുകൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, വർക്ക് നമ്മൾ ഇങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ നമ്മളോട് പഠിപ്പിച്ചു തരും അല്ലെ? പറഞ്ഞു തരും, അല്ലെങ്കിൽ എന്താണ്, പഠിപ്പിച്ചു തരുകയൊക്കെ ചെയ്യും. സോ അത് എന്തിനു വേണ്ടിയിട്ടാണ്? നല്ലൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കംസ് ലഭിക്കാൻ വേണ്ടി. മൂന്നാമതായിട്ട് പറയുന്നത് the ability to analyze the situation is essential for solving any issues in the organization. അല്ലേ? ഇതുപോലെ എന്താണ്, ഓർഗനൈസേഷനിലുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, എന്തെങ്കിലും ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ചിലപ്പോൾ എംപ്ലോയീസ് തമ്മിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള നമ്മുടെ വർക്ക് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ അതിനെന്ത് വേണം? അനലൈസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിരിക്കണം. അല്ലാതെ അതിൽ ഇടപെടാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. അതിനെ അനലൈസ് ചെയ്യുക. അതിലെന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടെങ്കിൽ അത് കാണുക. എബിലിറ്റി ടു ഗൈഡ് ആൻഡ് മാനേജ് സ്റ്റാഫ് മെമ്പേഴ്സ്. ഇതുപോലെ തന്നെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് മെമ്പേഴ്സിനെ ഗൈഡ് ചെയ്യണം, മാനേജ് ചെയ്യണം. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അവർ ശരിയായിട്ട് ചെയ്യുന്നുണ്ടോ, അവരുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് മാനേജ് ചെയ്യാം. The position must be aware about technical things and computer in order to manage technical resources in the restaurant. The restaurant എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ആ പോയിന്റ് ശ്രദ്ധിക്കാം കേട്ടോ. The position must be aware about. അതായത് നമ്മളിപ്പോ കമ്പ്യൂട്ടറും നമുക്കറിയാം ഇന്നെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അല്ലെ? നമുക്കറിയാം ടെക്നോളജി എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഏത് സ്ഥാപനത്തിലാണെങ്കിലും കമ്പ്യൂട്ടർ ഇല്ലാത്ത സ്ഥാപനങ്ങളുണ്ടോ? കമ്പനികൾ ഇന്നെല്ലാം കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് അല്ലെ? സോ അത്യാവശ്യം ടെക്നിക്കൽ ആയിട്ടും കമ്പ്യൂട്ടർ ആയിട്ടൊക്കെ ഉള്ള അറിവുണ്ടായിരിക്കണം എന്ന്. എങ്കിൽ മാത്രമല്ല ഇപ്പൊ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഓഫീസ് അഡ്മിൻ ആയിട്ട് വരെ ജോലി ചെയ്യണമെങ്കിൽ എന്ത് വേണം? ബേസിക് കമ്പ്യൂട്ടർ നോളജ് ചോദിക്കാറില്ലേ? നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ചോദിക്കാറില്ലേ? അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ, എന്താണ് ഇപ്പോ മേ ബി ഒരു മെയിൽ സെൻഡ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാമോ എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട് ഏതൊരു കമ്പനിയിലാണെങ്കിലും. സോ ഇവിടെ പറയുന്ന പോയിന്റ് കമ്പ്യൂട്ടർ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമെന്ന്, ടെക്നിക്കൽ പരമായിട്ടുള്ള അറിവുണ്ടായിരിക്കണമെന്ന്. കാരണം ടെക്നിക്കൽ പരമായിട്ടുള്ള അറിവുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് കമ്പനിയിലെ കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ലാസ്റ്റ് വൺ പറയുന്നത് the fundamental thing is decision making capability and the confidence to manage the crucial decision within the organization. ഓർഗനൈസേഷനിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണമെന്ന്. തീരുമാനങ്ങൾ നമ്മൾ എടുക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതുപോലെ എന്താണ്, ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് മേജർ സ്കിൽസ് എന്ന് പറയുന്നത്. സ്കിൽസ് എന്ന് ഉദ്ദേശിച്ചത് മനസ്സിലായുള്ള കഴിവുകൾ. ഒരു കമ്പനിയിൽ നമ്മൾ HR ആയിട്ട് ഇരിക്കുമ്പോഴും അങ്ങനെയുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്ന്. ഇത്രയും കാര്യങ്ങൾ അവിടെ HR പോസ്റ്റിൽ നമ്മൾ ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ജസ്റ്റ് പോയിന്റ്സുകളാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോ എന്താ പറയാ, അത്ര ഈസി ആയിട്ട് തോന്നില്ല. ഈസി ആയിട്ട് തോന്നിയോ? പക്ഷെ എളുപ്പമാണ് കേട്ടോ. വായിച്ചത് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോയിട്ടുണ്ട്. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ?
ചിലവർക്ക് പെട്ടെന്ന് മീൻസ് എനിക്ക് തോന്നുന്നത് കുറച്ച് ഗ്യാപ്പ് ഉള്ളവർക്കും അങ്ങനെ പെട്ടെന്ന് വായിക്കുമ്പോൾ അത് അത്ര ഈസി ആയിട്ട് തോന്നില്ല, കുഴപ്പമില്ല, വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടാണ്, യെസ് അല്ലെ, ശ്രീരാജ് പറഞ്ഞത് അല്ലെ, കുഴപ്പമില്ല. മീൻസ് അത് സെന്റൻസുകൾ കുറച്ച് വളച്ചൊടിച്ച് തന്നിരിക്കുന്നത് പോലെയാണ്, അർത്ഥം മനസ്സിലാക്കി വായിക്കാം. പറഞ്ഞപ്പോ അർത്ഥം മനസ്സിലായോ? ക്ലിയർ ആണോ? ഇത് ഒരുപാട് ഇത് സിമ്പിൾ ആക്കിയാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് വലിച്ചു തീട്ടി പറഞ്ഞാലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, മാക്സിമം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ, എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവുന്ന രീതിയിൽ മാക്സിമം സിമ്പിൾ ആക്കിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റ് തുടങ്ങി ഒന്ന് വായിക്കാമോ? ഇമ്പാക്ട് ഓഫ് HRM ഓൺ ഓർഗനൈസേഷണൽ പെർഫോമൻസ്. അത് തുടങ്ങി ഒന്ന് വായിച്ചോളൂ കേട്ടോ. ട്രെയിനിങ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ, ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ വായിക്കുന്നതിന്റെ ഇടയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ അത് മനസ്സിരുത്തി വായിക്കണേ. വായിക്കുമ്പോൾ ഒപ്പം നമ്മൾ പറഞ്ഞ പോലെ മീനിങ്ങും കൂടി ഒന്ന് പറഞ്ഞു വായിക്കുക. പോയിന്റ് മനസ്സിലാക്കി വായിക്കണേ. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചെല്ലാവരും? ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ. എംപ്ലോയി റിട്ടൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ്. ഇത് ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കി വായിക്കാനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അതിൽ ആ മെയിൻ പോയിന്റ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ടാർഗറ്റ് ചെയ്തിട്ടില്ലേ ഓരോ പോയിന്റ് തന്നിരിക്കുന്നത്, അത് കൃത്യമായിട്ട് പഠിക്കുക. അത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉള്ളിലുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ടാർഗറ്റ് ചെയ്തിട്ടില്ലേ ഓരോ പോയിന്റ്സുകളും അഫക്ട് ചെയ്യുന്ന, ഇമ്പാക്ട് ചെയ്യുന്ന, പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ മെയിൻ പോയിന്റുകൾ നിങ്ങൾ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അത് കുഴപ്പമില്ലല്ലോ പഠിക്കാനായിട്ട്. ഇതിനുള്ളിലുള്ള കാര്യം അത് എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? മെയിൻ പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി കാണുമ്പോൾ കുറച്ച് വരട്ടെ അല്ലെ, കുഴപ്പമില്ല. നിങ്ങൾ ആ ടാർഗറ്റ് ചെയ്തിട്ടുള്ള മെയിൻ പോയിന്റ്സുകൾ പഠിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്യാൻ പറയാനുണ്ട്, അതനുസരിച്ചിട്ട് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ രണ്ടാമതായിട്ട് പറയുന്നത് എംപ്ലോയി റിട്ടൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ്. Managing employee retention includes developing plans to sustain high employee morale and focus so the elect to remain employed and fully productive for the benefit of the organization. അതായത് മാനേജിങ് എംപ്ലോയീസിനെ നമ്മൾ മാനേജ് ചെയ്യാനായിട്ട്, അതായത് നിലനിർത്താനായിട്ട്. റിട്ടൻഷൻ എന്ന് വെച്ചാൽ അറിയാലോ, കമ്പനിയിൽ നിലനിർത്താൻ, എംപ്ലോയീസ് കൊഴിഞ്ഞു പോകാതെ എംപ്ലോയീസിനെ നമ്മുടെ കമ്പനിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് എന്താണ്
സസ്റ്റെയിൻ എ ഹൈ എംപ്ലോയി മൊറൈൽ. മൊറൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹൈ മൊറൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടോ? എംപ്ലോയി മൊറൈൽ ഒരു മനോവീര്യം. നമുക്ക് അവിടെ നിൽക്കാനായിട്ടുള്ള കുറച്ചൊരു മനോധൈര്യം എന്നൊക്കെ പറയില്ലേ, അതായത് നല്ലൊരു കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം കൊടുക്കുകയാണ്. ക്ലിയർ ആണോ? മൊറൈൽ മനോധൈര്യം. അതായത് നമ്മളിപ്പോ ഒരു ജോലിയിൽ വർക്ക് ചെയ്യുകയാണ്, അപ്പൊ നമുക്ക് ഭയങ്കര സ്ട്രെസ്സും എപ്പോഴും ഇങ്ങനെ ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിൻ ആണെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ തോന്നുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പുതിയൊരു കമ്പനിയിൽ ജോലി നോക്കും അല്ലെ? നമ്മൾ എന്തിനും ഇവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കും. സോ അവർക്കൊരു മനോധൈര്യം കൊടുക്കാൻ, അതായത് സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഒഴിവാക്കി വളരെ എന്താ പറയാ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കൊടുക്കാം. ആൻഡ് ഫോക്കസ് സോ ദേ റിമൈൻ എംപ്ലോയിഡ് ആൻഡ് ഫുള്ളി പ്രൊഡക്റ്റീവ് ഓർ ബെനഫിറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. അല്ലേ? അപ്പൊ എന്താണ്? നമ്മുടെ കമ്പനിയുടെ ഓർഗനൈസേഷന്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് അവർക്ക് അവര് നിലനിർത്താൻ വേണ്ടിയിട്ട് നല്ലൊരു എംപ്ലോയി മൊറൈൽ, അവർക്കൊരു മനോധൈര്യം കൊടുക്കുകയാണ്. അതായത് ഇതുപോലെ എന്താ നല്ലൊരു സ്ട്രെസ്സും സ്ട്രെയിനൊന്നും ഇല്ലാത്ത നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കുക. അപ്പൊ അവിടെ സ്റ്റാഫ് നിലനിൽക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ എന്താണ്? ഫുള്ളി പ്രൊഡക്റ്റീവ് ബെനഫിറ്റ്, കമ്പനിക്ക് നല്ലൊരു ബെനഫിറ്റും ലഭിക്കുന്നു. A comprehensive employee retention program can play a vital role in both attracting and retaining key employees. ഒരു കോംപ്രഹെൻസീവ് എംപ്ലോയി റിട്ടൻഷൻ പ്രോഗ്രാം വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് എന്താ എംപ്ലോയി റിട്ടൻഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനക്കാരെ അട്രാക്ട് ചെയ്യാനും ആകർഷിക്കാനും നിലനിർത്താനും അതോടൊപ്പം തന്നെ എന്താണ് റെഡ്യൂസിങ് ടേൺ ഓവർ. ടേൺ ഓവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയോ? ടേൺ ഓവർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയോ ആർക്കെങ്കിലും? ടേൺ ഓവർ മീനിങ് അറിയോ? ടേൺ ഓവർ നമുക്കറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ടേൺ ഓവർ കുറയ്ക്കാൻ പറ്റുന്ന ഇങ്ങനെ ഒരു നല്ലൊരു റിട്ടൻഷൻ പ്രോഗ്രാം ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിനെ നമുക്ക് ആകർഷിക്കാനും, ടേൺ ഓവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിനെ പിരിഞ്ഞു പോകില്ലേ, റിസൈൻ ചെയ്ത് പോകുന്നത് കുറയ്ക്കാൻ പറ്റുന്നത്. അതായത് നല്ലൊരു എന്തെങ്കിലും ഒരു അവർക്കായിട്ട് വല്ല ഒരു എന്താ പറയാ ആ സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഒഴിയാൻ മീൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോ കമ്പനിയിൽ നിന്നൊക്കെ ഒരു ടൂറൊക്കെ കൊണ്ടുപോകും. വർഷത്തിൽ ഒരിക്കലൊക്കെ കൊണ്ടുപോകാറില്ലേ? വർക്ക് ചെയ്യുന്നവരുണ്ടോ ആരെങ്കിലും? ആരുമില്ല വർക്ക് ചെയ്യുന്നവരെ? യെസ്, ശ്രീരാജ് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ടൂറൊക്കെ പോകാറുണ്ടോ? വർഷത്തിൽ ഒരിക്കല്? ഇല്ല, കയറിയിട്ടുള്ളൂ. പോകാറുണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ ഒരു റിലാക്സ് അല്ലേ നമുക്ക്? നമ്മൾ ചെയ്യുന്ന ഭയങ്കര ടാസ്കുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എൻവയോൺമെന്റിൽ നിന്നും നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് അല്ലെ അങ്ങനെയുള്ള കുറച്ച് പ്രോഗ്രാംസുകളൊക്കെ നമുക്ക് കൊടുക്കാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്ക് വീണ്ടും അട്രാക്ട് ആണ് നമുക്ക് ആ ജോലിയിൽ നിൽക്കാനായിട്ടുള്ള. അങ്ങനെയല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ടേൺ ഓവർ ചെയ്യാനായിട്ട് തോന്നുമോ? റിസൈൻ ചെയ്യാൻ തോന്നുമോ? എങ്ങനെയാ റിസൈൻ ചെയ്യുന്നത്? നമ്മുടെ വർക്ക് ലോഡ് കൂടുമ്പോഴും നമുക്ക് ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിസൈൻ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ റിസൈൻ ചെയ്ത് പോകാതിരിക്കാൻ എന്ത് വേണം? ഇതുപോലുള്ള കുറച്ച് എംപ്ലോയി റിട്ടൻഷൻ പ്രോഗ്രാമുകളൊക്കെ അറേഞ്ച് ചെയ്യാതെ അങ്ങനെയുള്ള മറ്റെന്തെങ്കിലും ട്രെയിനിങ്സുകളോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ട്രിപ്പോ അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ടേൺ ഓവർ കുറയ്ക്കാനും പറ്റും. നമുക്ക് എന്താണ് കമ്പനിക്ക് നല്ലൊരു മെച്ചപ്പെട്ട രീതിയിൽ നല്ലൊരു പെർഫോമൻസും കമ്പനിക്ക് നല്ലൊരു പ്രൊഡക്ടിവിറ്റി ലഭിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇത്രയുള്ള ഇതിനകത്ത് പറയുന്നത് റിട്ടൻഷൻ അല്ലെ, എംപ്ലോയി റിട്ടൻഷൻ. എംപ്ലോയീസിനെ നിലനിർത്താൻ എങ്ങനെ നിലനിർത്തും? ഇതുപോലെ എംപ്ലോയീസിന് നമുക്ക് മൊറൈൽ കൊടുക്കാം, മനോധൈര്യം കൊടുക്കാം. അതുപോലെ തന്നെ റിട്ടൻഷൻ പ്രോഗ്രാമുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് എംപ്ലോയീസിനെ നമുക്ക് എന്ത് ചെയ്യാം? കമ്പനിയിൽ നിലനിർത്താം. ക്ലിയർ ആണോ പോയിന്റ്? അത്രയും ആ രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. കുറച്ച് എന്താ പറയാ വലിച്ചു നീട്ടി എഴുതിയിട്ടുണ്ടെന്നുള്ളൂ, സംഭവം അത്രേ ഉള്ളൂ. വളരെ രണ്ട് കാര്യങ്ങൾ പറയുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഇനി മൂന്നാമത്തെ വായിക്കാം കേട്ടോ. നോക്കാം. ഹയർ പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇന്നോവേഷൻ. പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി, ഇന്നോവേഷൻ. Flexibility in the workplace has an impact on innovation as well as the efficiency of employee. Flexibility എന്ന് വെച്ചാൽ എന്താണ്? മലയാളത്തിൽ എന്താ പറയാ? വളരെ ഫ്ലെക്സിബിൾ ആണെന്ന് പറയും. എന്താ ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? ഫ്ലെക്സിബിലിറ്റി അറിയോ? നമ്മൾ കേട്ടിട്ടുണ്ടാവും നിങ്ങള്. ഫ്ലെക്സിബിൾ എന്താ ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? ഒരു വഴക്കം എന്നൊക്കെ പറയില്ലേ? എന്താ പറയാ അല്ലെ? നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോകുന്ന എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥമാണ് ഫ്ലെക്സിബിലിറ്റി. Flexibility in the workplace has an impact on innovation as well as efficiency of employee.
ഈ ഫ്ലെക്സിബിലിറ്റി ഇമ്പാക്ട് ചെയ്യുന്നത്, ഫ്ലെക്സിബിലിറ്റി സ്വാധീനം ചെലുത്തുന്നത് ഇന്നോവേഷനെയും, ഇന്നോവേഷൻ എന്ന് വെച്ചാൽ എന്താണ്, നവീകരണങ്ങൾ അല്ലെ, പുതിയ പുതിയ നവീകരണങ്ങളെയും അതോടൊപ്പം തന്നെ എഫിഷ്യൻസി ഓഫ് എംപ്ലോയീസിന്റെ കാര്യക്ഷമതയെയും അത് സ്വാധീനം ചെലുത്തുന്നു. ഫ്ലെക്സിബിലിറ്റി എന്താണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നോക്കാം. Flexibility has a huge impact on how a company attracts, hires and retains top talent. Innovation can lead to higher productivity. ഇന്നോവേഷൻ നമുക്കറിയാം, പുതിയ പുതിയ ഒരു കമ്പനിയിൽ പുതിയ പുതിയ ടെക്നോളജീസും നവീകരണങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് എന്താണ്, നമുക്ക് അതിനനുസരിച്ചുള്ള ഹയർ ആയിട്ടുള്ള ഒരു പ്രൊഡക്ടിവിറ്റി നമുക്ക് ലഭിക്കുന്നു. ഇനി ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു കമ്പനീനെ മികച്ചതാക്കാനായിട്ട് ഒരു മീൻസ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കും കമ്പനിയിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഫ്ലെക്സിബിൾ ആണെന്ന് പറയും. അതായത് ഇപ്പൊ ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലാത്തൊരു അന്തരീക്ഷം, അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. Then flexibility huge impact how company attracts അല്ലെ, ഒരു കമ്പനിയെ മികച്ച എംപ്ലോയീസിനെ ആകർഷിക്കാനും അതുപോലെ തന്നെ ഹയർ ചെയ്യാൻ, നിയമിക്കാനും നിലനിർത്തുന്നതിനും ഒക്കെ ഫ്ലെക്സിബിലിറ്റി സ്വാധീനം ചെലുത്തുന്നത്. അതായത് ഒരു ശരിയായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു കമ്പനി, അതായത് നല്ലൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നവീകരണങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിയിലോട്ട് ആളുകളെ അട്രാക്ട് ചെയ്യാനും അല്ലെ ആകർഷിക്കാനും നമുക്ക് കൂടുതൽ നിലനിർത്താനും സാധിക്കുന്നുണ്ട്. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് ഒരു ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ അഡ്വർടൈസ്മെന്റിലൊക്കെ നോക്കി ജോബ്, അപ്പോ അത്യാവശ്യം നല്ല കമ്പനി ആണെന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ നോക്കാറുണ്ടോ? അല്ലെങ്കിൽ കാണുന്ന എല്ലാവർക്കും നമ്മൾ ഇന്റർവ്യൂവിന് പോകാറുണ്ടോ? നിങ്ങൾ കാണുന്ന എല്ലാ അഡ്വർടൈസ്മെന്റിലും നോക്കിയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാറുണ്ടോ? ഇല്ല. എങ്ങനെ നമ്മൾ നോക്കുന്നത്? നമ്മളൊന്നും ചിലപ്പോൾ ഗൂഗിളിലേക്ക് നോക്കും, നല്ലതാണോ ആ കമ്പനി, എങ്ങനെയുണ്ട് ആ കമ്പനി, നിലവിൽ റണ്ണിങ് ആണോ അല്ലെങ്കിൽ വർക്കിംഗ് ആണോ, അവിടുത്തെ സ്റ്റാഫ് എങ്ങനെയുണ്ട്. ചിലപ്പോൾ നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് നോക്കാൻ പറ്റും ഇല്ലേ, എങ്ങനെയാണ് പോയിന്റ് ഉണ്ടോ കമ്പനീനെ കുറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ. യെസ്, നോക്കാറുണ്ടോ? ബാക്കിയുള്ളവരാരും നോക്കാറില്ല. നമ്മൾ നോക്കിയിട്ടല്ലേ നമ്മൾ പോകുന്നത് അല്ലേ? നമ്മൾ നല്ലതാണോ എന്ന് നോക്കും. നമ്മൾ കാണുന്ന ഇങ്ങനെ ഒരു സ്ഥാപനം അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ വരെ എടുത്ത് നോക്കും. നമ്മൾ ഇന്റർവ്യൂവിന് പോകണമെങ്കിൽ അല്ലെ, അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ, നമ്മൾക്ക് ഇപ്പൊ ആപ്ലിക്കേഷൻ അയക്കണമെങ്കിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നല്ലതാണോ എന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അതിലേക്ക് നമ്മൾ ആപ്ലിക്കേഷനും മറ്റും കൊടുക്കുള്ളൂ. അതാണ് ഈ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ഇന്നോവേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നല്ലതാണോ എന്ന് നമ്മൾ നോക്കും അല്ലെ. അപ്പോൾ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് എന്താണ്, ഫ്ലെക്സിബിളും ഇന്നോവേഷനും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യുള്ളൂ എന്ന്. ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആണോ? അപ്പൊ അതിന്റെ ഹയർ പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി, ഇന്നോവേഷൻ. Then last sentence കൂടി ഒന്ന് വായിക്കാം കേട്ടോ. A productivity increases, more goods and services are produced and the economy grows. Innovation and productivity growth bring vast benefit for consumers and businesses. അല്ലെ, ഇന്നോവേഷൻ നവീകരണങ്ങള് പ്രൊഡക്ടിവിറ്റിയുടെ ഗ്രോത്തിനെയും നമ്മുടെ ഉത്പാദനക്ഷമതയുടെ വളർച്ചയെയും അതുപോലെ തന്നെ എന്താണ് കൺസ്യൂമേഴ്സിനും ബിസിനസിനും അത് ബെനഫിറ്റ് ആണെന്ന് അല്ലെ. ടെക്നോളജി വികസിക്കുമ്പോൾ ബിസിനസ്സുകാർക്കും അതോടൊപ്പം തന്നെ കൺസ്യൂമേഴ്സിനും അത് ബെനഫിറ്റബിൾ ആണ്. ക്ലിയർ ആണോ? അപ്പൊ അതിന്റെ ഹയർ പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി, ഇന്നോവേഷൻ. ഓക്കെ ആണോ? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. ക്ലിയർ ആണ് എല്ലാവർക്കും? ഈ പോയിന്റ്സുകളെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോയിന്റ്സുകളാണ്. ബുദ്ധിമുട്ടെന്നല്ല, പെട്ടെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം അതിനെ കുറച്ചും കൂടി എക്സാമ്പിൾ വെച്ച് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലോട്ട് എത്തിക്കുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. കാരണം അത് നമുക്ക് മെയിൻ പോയിന്റ്സ് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പം രീതിയിൽ നിങ്ങളോടായിട്ട് ഞാൻ എന്താ ചോദിക്കുന്നത് ഓരോ കാര്യങ്ങൾ. ഓക്കെ, ദെൻ മെയിൻ പോയിന്റ്സുകൾ പഠിച്ചു വെക്കുക കേട്ടോ. ഉള്ളിലുള്ളത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇത് അയ്യോ ടഫ് ആണല്ലോ എന്ന് വിചാരിക്കണ്ട. അപ്പൊ എനിക്കറിയാം അതില് ഭൂരിഭാഗം പേരും വിചാരിച്ചിട്ടുണ്ടാകും ഇതുവരെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലല്ലോ, ഈ ഒരു സെക്ഷൻ ഒത്തിരി എന്താ പറയാ ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ? പലവരും ഈ കൂട്ടത്തിലിരിക്കുന്ന കുറച്ചു പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. യെസ് അല്ലെ, സത്യസന്ധമായിട്ട് പറഞ്ഞു. ഒരാൾ മാത്രമല്ല ഈ കൂട്ടത്തില് എനിക്ക് തോന്നുന്നു ഒരു 50% ചിന്തിച്ച് കാണും. അയ്യോ ഇത് ഇത്ര ബുദ്ധിമുട്ടില്ലല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലല്ലോ, ഇത് പെട്ടെന്ന് ക്ലിക്ക് ആവുന്നുണ്ടാവില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ?
ആണോ? കുഴപ്പമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. കാര്യം ഞാൻ പറഞ്ഞല്ലോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ കുറച്ച് HRM അല്ലേ, അപ്പൊ അതിന്റെ ഒരു ടേമോ HRM നിങ്ങൾക്ക് അറിയാവുന്ന ഓരോ ലാംഗ്വേജ് ഉണ്ട് ഓരോ സബ്ജക്റ്റിന് ഇല്ലേ. അപ്പോ ഇത് കുറച്ച് അങ്ങനെയുള്ള നമ്മൾ പറഞ്ഞല്ലോ കൊമേഴ്സും അങ്ങനത്തെ ഒരു ലാംഗ്വേജിലോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ടാണ് ഇപ്പൊ പഠിപ്പിച്ചത്. ഓക്കെ, ക്ലിയർ ആണോ? 1-2 പ്രാവശ്യം വായിക്കണം, നന്നായിട്ട് വായിക്കണം. 1-2 തവണ വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അറിയാത്ത കാര്യങ്ങൾ ഒരു സെന്റൻസ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ചെറിയ വേർഡ് ആണെങ്കിൽ പോലും നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന വേർഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മലയാളത്തിൽ എഴുതി വെച്ചോളൂ. ഞാൻ ക്ലാസ്സിൽ തുടക്കം തുടങ്ങി പറഞ്ഞതാണ്, ഓർക്കുന്നുണ്ട് ആരെങ്കിലും. നമ്മൾക്ക് അറിയില്ലാത്ത വേർഡ് ആണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെയാണ് മലയാളത്തിൽ എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ പിന്നീട് നമ്മൾ വായിക്കുന്നതോടെ ഡൗട്ട്സ് വരില്ല. ഈ ഒരു സെക്ഷൻ മാത്രമല്ല കേട്ടോ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ളത്. ബുദ്ധിമുട്ടെന്നല്ല, നമുക്കൊന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ പല ഫീൽഡിൽ അല്ലെങ്കിൽ എന്താണ് കൊമേഴ്സ് ബേസ് അല്ലാത്തവരും അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ മീൻസ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. പക്ഷെ കുഴപ്പമൊന്നുമില്ല, മെയിൻ പോയിന്റ്സ് പഠിക്കാം. ഓക്കെ അല്ലേ എല്ലാവരും? മെയിൻ പോയിന്റ്സ് പഠിക്കാം. ആ ഡാർക്കൻ ചെയ്തിരിക്കുന്ന പോയിന്റ് പഠിക്കാം. അത് പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അതിനുള്ളിലുള്ള കാര്യം വായിച്ചൊന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് 4ാമത്തെ പോയിന്റ് കൂടി ഉള്ളൂ. അക്കംപ്ലിഷ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അക്കംപ്ലിഷ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അക്കംപ്ലിഷ് എന്ന് വെച്ചാൽ എന്താണ്? നിറവേറ്റുക എന്നുള്ളത് അല്ലെ, ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുക. നോക്കാം. Organizational goals are strategic objectives that a company's management establishes to outline expected outcomes and guide employees' efforts. അതായത് എന്താണ്, നമ്മുടെ എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഔട്ട്കംസിന് ഒരു രൂപരേഖ തയ്യാറാക്കുകയും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ജീവനക്കാരെ എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യാൻ നയിക്കണം അല്ലെ. ഔട്ട്കം നമ്മുടെ ഫലം ഇതാണ്, എംപ്ലോയീസിന്റെ പെർഫോമൻസിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. ഇപ്പൊ കമ്പനികളും മറ്റും ടാർഗറ്റും മറ്റും വെക്കും അല്ലെ. അപ്പോ ഇത്രയായിട്ട് നമ്മൾ കമ്പനി അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു രൂപരേഖ തയ്യാറാക്കുകയും ദെൻ എംപ്ലോയീസിന് അതിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗൈഡ് ചെയ്യുകയും ചെയ്യണം. There are 2 main type of organizational goals. ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. 2 ടൈപ്പാണ് ഓർഗനൈസേഷണൽ ഗോൾസ് ഉള്ളത്. ഏതൊക്കെയാണ്? ഒഫീഷ്യൽ ആൻഡ് ഓപ്പറേറ്റീവ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഒഫീഷ്യലും ഓപ്പറേറ്റീവും 2 ടൈപ്പ് ഓർഗനൈസേഷണൽ ഗോൾസ് ആണ്. ഒഫീഷ്യൽ ഉണ്ട്, ഓപ്പറേറ്റീവ് ഉണ്ട്. ഓക്കെ, ഇനി ഒഫീഷ്യൽ ഗോൾസ് എന്താണെന്ന് നോക്കാം. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. എന്താണ് ഒഫീഷ്യൽ ഗോൾ എന്നുള്ളത്? ഒബ്ജക്റ്റീവ്സ് ദാറ്റ് an organization seeks to accomplish. അല്ലേ, ഒരു സ്ഥാപനം ആ കമ്പനി നിറവേറ്റാൻ ശ്രമിക്കുന്ന ലക്ഷ്യങ്ങളെയാണ് ഒഫീഷ്യൽ ആയിട്ടുള്ളത് അല്ലെ. ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, കമ്പനിയുടെ ഒരു ലക്ഷ്യമുണ്ട്, അതാണ് ഒഫീഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോ? 2 ടൈപ്പ് ഉണ്ട്, ഒഫീഷ്യലും ഓപ്പറേറ്റീവും. ഒഫീഷ്യൽ അണ്ടർലൈൻ ചെയ്യാം. ഇനി ഓപ്പറേറ്റീവ് എന്ന് വെച്ചാൽ പ്രവർത്തന ലക്ഷ്യങ്ങൾ. ഓപ്പറേറ്റീവ് ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആർ റിക്വയർഡ് ടു അച്ചീവ് എ ഡിസൈർഡ് ഔട്ട്കം. അല്ലേ, ഉദ്ദേശിക്കുന്ന ഒരു ഫലം നേടുന്നതിന് ആവശ്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ. ഫസ്റ്റ് പറഞ്ഞ എന്താണ്? ഒഫീഷ്യൽ ലക്ഷ്യം അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി നിറവേറ്റാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളാണ്. ഓപ്പറേറ്റീവ് അത് നടപ്പാക്കാൻ. ഓപ്പറേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? പ്രവർത്തനങ്ങൾ അല്ലേ. അപ്പൊ ഓപ്പറേറ്റീവ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് റിക്വയർഡ് ടു അച്ചീവ്. നമ്മൾ പറഞ്ഞല്ലോ കമ്പനിയുടെ ലക്ഷ്യം, ഈ ഒഫീഷ്യൽ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടുന്നതിനായിട്ടുള്ള മറ്റു കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആണോ? ഒഫീഷ്യൽ ആയിട്ടുള്ള ലക്ഷ്യവും ഉണ്ട്, ഓപ്പറേറ്റീവ് ഉണ്ട്. ഒന്നുകൂടി പറയാം കേട്ടോ, ഇനി പലർക്കും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. There are 2 type of organizational goal ആണ് ഉള്ളത്. ഒന്നാമത്തേതാണ് ഒഫീഷ്യൽ ഗോൾസ്, രണ്ടാമത്തെയാണ് ഓപ്പറേറ്റീവ് ഒബ്ജക്റ്റീവ്. ഒഫീഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ കമ്പനി നമ്മുടെ ഓർഗനൈസേഷൻ നിറവേറ്റാനായിട്ട് ശ്രമിക്കുന്ന ലക്ഷ്യങ്ങൾ, ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ. ഓക്കെ, അത് ക്ലിയർ ആണോ? ഒഫീഷ്യലി ക്ലിയർ ആണോ? ദെൻ ഓപ്പറേറ്റീവ് പ്രവർത്തനം, ആ ലക്ഷ്യം നടപ്പാക്കാനുള്ള കാര്യങ്ങളാണ് പ്രവർത്തനം ഓപ്പറേറ്റീവ്. ഓക്കെ, objectives that are required to achieve desired outcome. നമുക്ക് ആ ഔട്ട്കം കിട്ടാൻ വേണ്ടി കമ്പനി ഒരു ലക്ഷ്യം പറഞ്ഞല്ലോ, ആ ഔട്ട്കം കിട്ടാൻ വേണ്ടിയിട്ടുള്ള റിക്വയർഡ് അതിന് വേണ്ടുന്ന
ആവശ്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ. അടുത്ത കാര്യം നോക്കുന്നതാണ് നമ്മൾ ഉദ്ദേശിച്ചത് കമ്പനി ഒരു എന്താണ് ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ബാക്കി ഒബ്ജക്റ്റീവ്സ് നമ്മൾ തയ്യാറാക്കുന്നത്. ക്ലിയർ ആണോ? ഒഫീഷ്യൽ ആൻഡ് ഓപ്പറേറ്റീവ് അത് അതുപോലെ തന്നെ ഒന്ന് പഠിച്ചു വെക്കണേ, അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം എത്ര ടൈപ്പ് ഓർഗനൈസേഷണൽ ഗോൾസ് ഉണ്ട്, ആൻസർ എന്താണ്? 2 ടൈപ്സ്. ഇനി ഏതൊക്കെയാണ് ഓർഗനൈസേഷണൽ ഗോൾസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യലും ഓപ്പറേറ്റീവും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം, ജോബ് ഡിസൈൻ. ഇനി അടുത്തൊരു സെക്ഷൻ ആണ് കേട്ടോ, വലിയ ബുദ്ധിമുട്ടില്ല അല്ലെ, കുറച്ച് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നി. ഇനി അടുത്തത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ജോബ് ഡിസൈൻ. അപ്പൊ ജോബ് ഡിസൈൻ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ജോബ് ഡിസൈൻ. ജോബ് ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവിടെ നമ്മള് ഡ്രസ്സിലെ കാര്യങ്ങളും ഡിസൈൻ ചെയ്യുന്നത് പോലെയാണോ ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്? എന്താ ജോബ് ഡിസൈൻ ഉദ്ദേശിക്കുന്നത്? ജോലിയുടെ ഒരു വിശകലനം അല്ലെ. ആ ജോലി എന്താണോ, ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിന് പോയി നമ്മൾ അവിടെ അറ്റൻഡ് ചെയ്തു, നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താണ്, അതാണ് ഈ ജോബ് ഡിസൈൻ ഉദ്ദേശിക്കുന്നത് അല്ലെ. ജോബിന്റെ കണ്ടന്റ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, നമ്മൾ ആ ഒരു ജോബിൽ കയറുമ്പോൾ അല്ലെ, നമ്മൾ ആ ഒരു ജോലി ഏറ്റെടുക്കുമ്പോൾ നമ്മളുടെ റോൾ എന്താണ് അവിടെ അല്ലെ, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ആ ജോലിയെ കുറിച്ചിട്ടുള്ള ഒരു വിശകലനമാണ് എന്ത് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം ജോബ് മീനിങ് ഓഫ് ജോബ് ഡിസൈൻ. ഇനി ജോബ് ഡിസൈന്റെ മീനിങ് ആണോ നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ്. നോക്കാം, job design is the logical sequence of process of job analysis and involves deliberate action to organize task. First sentence ഒന്ന് underline ചെയ്യണേ. Job design is the logical sequence of process of job analysis. അല്ലെ, ജോലിയുടെ ഒരു അനാലിസിസ്, ജോബ് അനാലിസിസ്, ജോലിയുടെ ഒരു വിശകലനം, സീക്വൻസ് ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സിന്റെ വിശകലനമാണ് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ ഫസ്റ്റ് സെന്റൻസ്. എക്സാമ്പിൾ ചിലപ്പോൾ ചോദിക്കാം, ദാറ്റ് ഈസ് ദ ലോജിക്കൽ സീക്വൻസ് ഓഫ് ദ പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ്. എന്താണ് ആൻസർ? ജോബ് ഡിസൈൻ അല്ലെ. നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലിയെ കുറിച്ചിട്ടുള്ള ഒരു അനാലിസിസ്, ജോബിന്റെ വിശകലനം, ജോലിയുടെ ഒരു വിശകലനത്തെയാണ് എന്ത് വിളിക്കുക? ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. ദെൻ ഇൻവോൾവ്സ്, എന്തൊക്കെയാണ് അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? deliberate actions to organize task, duties and responsibilities. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അതായത് നമ്മൾ ചെയ്യേണ്ട ടാസ്കുകൾ, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി into a unit of work so as to business objectives. അതായത് ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ, കമ്പനിയുടെ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് നമ്മളൊരു യൂണിറ്റ് ആയിട്ട് നമ്മളുടെ ചുമതലകള്, നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടികള്, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്, ഇതെല്ലാം അടങ്ങുന്ന നമ്മളുടെ ഒരു ജോലിയുടെ ഒരു വിവരണത്തെയാണ് എന്ത് വിളിക്കുക? ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി ജോബ് ഡിസൈൻ എന്താണെന്ന് മനസ്സിലാവാത്തവരുണ്ടാണെങ്കിലോ റിപ്പീറ്റ് ചെയ്യണോ? ജോബ് ഡിസൈൻ ക്ലിയർ ആണല്ലോ? ഓക്കെ, ഫസ്റ്റ് അണ്ടർലൈൻ ചെയ്തോ? ജോബ് ഡിസൈൻ ഈസ് ദ ലോജിക്കൽ സീക്വൻസ് ഓഫ് പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ്. അത്രയും മതി. അണ്ടർലൈൻ ചെയ്തില്ലേ? യെസ്. Then നെക്സ്റ്റ് വൺ നോക്കാം, കൺസെപ്റ്റ് ഓഫ് ജോബ് ഡിസൈൻ. വീണ്ടും ജോബ് ഡിസൈനിന്റെ ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കാം, it is believed that a efficiently structured job motivates the employees for higher level of performance. Poorly designed jobs often result in boredom and employee frustration, high turnover, reduced motivation, low level of productivity, and increase in operating cost. നോക്കാം, ജോബ് ഡിസൈൻ. അപ്പൊ നമ്മൾ പറഞ്ഞു ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട നമ്മളുടെ ജോലി വിവരണത്തെയാണ് എന്ത് വിളിക്കുക? ജോബ് ഡിസൈൻ. നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടികൾ, റെസ്പോൺസിബിലിറ്റീസ്, ടാസ്ക്, ഇതിനെയെല്ലാം അനലൈസ് ചെയ്യുന്നതാണ് ജോബ് ഡിസൈൻ എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഇവിടെ പറയുന്നത്, ഇറ്റ്സ് ബിലീവ്ഡ് ദാറ്റ്
എഫിഷ്യന്റ്ലി സ്ട്രക്ചേർഡ് ജോബ് മോട്ടിവേറ്റ്സ് അല്ലേ, അതായത് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ജോലിയാണെങ്കിൽ, അതായത് ഇതുപോലെ ജോബ് ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ജോബ് ആണെങ്കിൽ ഉയർന്നൊരു നല്ലൊരു പെർഫോമൻസ് നമുക്ക് കിട്ടുമെന്ന്, ഹയർ ലെവൽ ഓഫ് പെർഫോമൻസ്. അതായത് ഇപ്പൊ എംപ്ലോയീസിന്റെ ജോബ് അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെല്ലാം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണെങ്കിൽ ആ കമ്പനിക്ക് എന്താണ് നല്ലൊരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കും. ദെൻ ഓപ്പോസിറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പൂർലി ഡിസൈൻഡ് ജോബ്സ്, അതായത് ജോബ് ഡിസൈൻ ഒന്നും അവിടെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഡ്യൂട്ടിയോ ടാസ്കോ എന്താണെന്ന് ഒന്നും വിശദീകരിക്കാത്ത ഒരു കമ്പനി ആണെങ്കിൽ അവിടെ എംപ്ലോയീസിന് ഫ്രസ്ട്രേഷൻ വരാം. ഫ്രസ്ട്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അവർ ചെയ്യുന്ന വർക്കിൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, നിരാശയായിരിക്കും അല്ലേ. ദെൻ ഹൈ ടേൺ ഓവർ. ടേൺ ഓവർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എംപ്ലോയീസ് റിസൈൻ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. ദെൻ റെഡ്യൂസ്ഡ് മോട്ടിവേഷൻ കുറയാൻ ചാൻസ് ഉണ്ട്. ദെൻ പ്രൊഡക്ടിവിറ്റി ലോ ആകും അല്ലെ, പ്രൊഡക്ടിവിറ്റി കുറയും. ദെൻ ഇൻക്രീസ് ഇൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, വെറുതെ ഓരോ പ്രവർത്തനങ്ങൾക്കും ചിലവുകൾ കൂടുന്നു. ഓക്കെ, അതായത് ജോബ് ഡിസൈൻ ശരിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു കമ്പനി ആ കമ്പനിയുടെ ജോബ് ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു എംപ്ലോയീസിന്റെ പെർഫോമൻസ് ലഭിക്കും, നല്ല പ്രൊഡക്ടിവിറ്റി ലഭിക്കുന്നു. ഓക്കെ, നേരെ മറിച്ച് ഒരു കമ്പനി ജോബ് ഡിസൈൻ ചെയ്തിട്ടില്ല എങ്കിൽ എന്തൊക്കെയാ സംഭവിക്കുക, എംപ്ലോയിയുടെ ഫ്രസ്ട്രേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ എംപ്ലോയീസ് കുറെ ടേൺ ഓവർ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്, അവരുടെ മോട്ടിവേഷൻ കുറയും, കമ്പനിക്ക് പ്രൊഡക്ടിവിറ്റി കുറയുന്നു, ചിലവ് കോസ്റ്റ് ഒരുപാട് കൂടുന്നു. ക്ലിയർ ആണോ കൺസെപ്റ്റ്? ഓക്കെ ആണോ? ജോബ് ഡിസൈൻ ഉണ്ടെങ്കിലും ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആണോ? ജോബ് ഡിസൈൻ എന്താണെന്ന് ഇനി മനസ്സിലാവാത്തവരുണ്ടോ ആരെങ്കിലും? ജോലിയെ കുറിച്ചിട്ടുള്ള വിശകലനം കൺസെപ്റ്റിൽ പറഞ്ഞത് ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ ആ കമ്പനിക്ക് കുറച്ചും കൂടി നല്ല ബെനഫിറ്റബിൾ ആയിരിക്കുന്നത്, ഓരോരുത്തരുടെ ടാസ്കും ഡ്യൂട്ടിയും ഒക്കെ ക്ലിയർ ആയിട്ട് ചെയ്യുന്നു. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ജോബ് ഡിസൈൻ മീനിങ്ങും വായിക്കണം, കൺസെപ്റ്റും വായിക്കണം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? മീനിങ്ങും കൺസെപ്റ്റും വായിക്കണോ കേട്ടോ, രണ്ടും വായിക്കണേ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തല്ലോ. ഈ ഡൗട്ട്സ് എന്തെങ്കിലും ഒന്ന് വായിച്ചിട്ട് ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം കേട്ടോ. നെക്സ്റ്റ് ആണ് പറയുന്നത് ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ. ഇതൊരു നമ്മുടെ ഹ്യൂമൻ റിസോഴ്സുള്ള ഒരു തിയറിയാണിത്, ഒരു വലിയ തിയറിയാണ്. നമുക്ക് വലുതായിട്ടൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് എന്താണ് തിയറി എന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ അതിന്റെ ഒരു ഔട്ട്ലൈൻ പോലെ മാത്രം പഠിക്കാനുള്ളൂ. ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡലാണ് ഒരു എന്താ പറയാ, രണ്ട് വ്യക്തികള് മീൻസ് തയ്യാറാക്കി എടുത്തൊരു മോഡലാണ്. ഓക്കെ, ജോബിന്റെ സ്വഭാവ സവിശേഷതകൾ കടങ്ങുന്ന ഒരു മോഡലാണ്. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് ഏറ്റവും സിമ്പിൾ ആക്കി പഠിക്കാം. മെയിൻ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാം, നോക്കാം. The job characteristics model is one of the most influential attempts to design job with increased motivational properties.
ഹാക്മാൻ ആൻഡ് ഓൾഡ്ഹാം. ആ പേര് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. 1975 ആ പേരുകൾ ഓർത്തിരിക്കണേ. ഈ ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ കൊണ്ടുവന്ന പ്രപ്പോസൽ ചെയ്ത വ്യക്തികളാണ് ഹാക്മാനും ഓൾഡ്ഹാമും. ഓക്കെ, അപ്പോ ഇവര് രണ്ടുപേരും കൊണ്ടുവന്ന ആരൊക്കെയാണ്? ഹാക്മാനും അതുപോലെ തന്നെ ഓൾഡ്ഹാമും 1975 കൊണ്ടുവന്ന ഒരു തിയറിയാണ് ജോബ്, അല്ലെങ്കിൽ ഒരു മോഡലാണ്, ജോബിന്റെ അനാലിസിസിനെ കുറിച്ചിട്ടുള്ള ഒരു മോഡലാണ് ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ, ഡെവലപ്ഡ് ബൈ, പേരുകൾ ഓർത്തിരിക്കണം കേട്ടോ, ഹാക്മാനും ഓൾഡ്ഹാമും. ഇവിടെ പറയുന്നത് the model described 5 core job dimensions leading to 3 critical psychological states resulting in the work related outcomes. ബോക്സ് കണ്ടോ? ക്ലിയർ ആണോ? ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടില്ലേ? ഫ്ലോ ചാർട്ട് കണ്ടോ താഴെ? ടെക്സ്റ്റിൽ ഫ്ലോ ചാർട്ട് പോലെ ഇല്ലേ? യെസ്, ആ ഫ്ലോ ചാർട്ടാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടെ പറയുന്നത് ഈ ഹാക്മാനും ഓൾഡ്ഹാമും 1975 അവര് പ്രപ്പോസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അവര് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു മോഡലാണ് ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ എന്ന് പറയുന്നത്. ഈ മോഡലിൽ തന്നെ നമ്മൾ ഹാക്മാൻ ഓൾഡ്ഹാം മോഡൽ എന്നും അറിയപ്പെടുന്നുണ്ട്. ദെൻ ഇവര് മെയിൻ ആയിട്ട് ഈ ജോബ് മോഡൽ, ഈ മോഡൽ ഫോക്കസ് ചെയ്യുന്നത് ജോബ് ഡിസൈൻ, നമ്മൾ ജോബ് ഡിസൈനെ കുറിച്ചിട്ട് പഠിച്ചല്ലോ. ഈ ജോബ് ഡിസൈൻ എംപ്ലോയി സാറ്റിസ്ഫാക്ഷനെയും അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ മോട്ടിവേഷനെയും ഇമ്പാക്ട്, സ്വാധീനം ചെലുത്തുന്നു എന്നാണ് ഇവര് മെയിൻ ആയിട്ട് പറയുന്നത്. ഈ മോഡൽ ഫോക്കസ് ചെയ്യുന്നത് അതാണെന്ന്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാനും അതുപോലെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനൊക്കെ നമുക്ക് സാധിക്കുന്നു. അപ്പൊ മെയിൻ ആയിട്ട് അവർ ഈ മോഡലിൽ എടുത്ത് ഫോക്കസ് ചെയ്ത് പറയുന്നത് എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷനും മോട്ടിവേഷനും ഈ ഒരു ജോബ് ഡിസൈന് വളരെ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന്, നല്ല രീതിയിൽ അവർക്ക് മോട്ടിവേഷൻ ഒക്കെ ലഭിക്കുന്നുണ്ടെന്ന്. ഓക്കെ, ദെൻ പിന്നെ പറയുന്നത് നോക്കി, ഇതിനകത്ത് 5 കോർ ജോബ് ഡയമെൻഷൻ, 5, അതായത് ഇവയില് നമ്മള് ചില 5 കാര്യങ്ങളാണ് പറയുന്നത് കണ്ടോ. 5 കോർ ജോബ് ഡയമെൻഷൻ കണ്ടോ, 5 സവിശേഷതകൾ, ജോലിയുടെ 5 സ്വഭാവ സവിശേഷതകളെ കുറിച്ച് അവര് മെൻഷൻ ചെയ്യുന്നുണ്ട്. ദെൻ ലീഡിങ് ടു 3 ക്രിട്ടിക്കൽ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സ്, അത് ആ ഒരു പേഴ്സൺ എംപ്ലോയീസിന്റെ സൈക്കോളജിക്കൽ മാനസികാവസ്ഥയെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു കേട്ടോ. സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സ് എങ്ങനെയൊക്കെയാണ് ആ മാനസികാവസ്ഥയെ സ്വാധീനിക്കുന്നുവെന്നും, ദെൻ ഔട്ട്കംസ് അല്ലെ, അതിന് ഏതെല്ലാം ഔട്ട്കംസ്, എന്തൊക്കെയാണ് ഫലങ്ങൾ ലഭിക്കുക, ഈ 3 കാര്യങ്ങളാണ് ഈ ഒരു തിയറി മോഡലിലൂടെ അവർ പറയുന്നത്. ഓക്കെ, നോക്കാം, ഒന്നും കൂടി ഞാൻ പറയാം, ശ്രദ്ധിക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, പാടൊന്നുമില്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഹാക്മാനും ഓൾഡ്ഹാമും കൂടി 1975 ഒരു മോഡൽ അവർ ക്രിയേറ്റ് ചെയ്തു. അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് ഇതിനകത്ത് പറയുന്നത്, ഈ മോഡലിൽ അവർ ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കമ്പനിയിൽ ജോബ് ഡിസൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ജോബ് ഡിസൈനെ പല രീതിയിൽ സ്വാധീനം ചെലുത്താന്ന്, എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷനും മോട്ടിവേഷനും ഒക്കെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നത് മെയിൻ ആയിട്ട് അവർ ജോബിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു 5 സവിശേഷതകളെ കുറിച്ച് അവർ പറയുന്നു. ഈ 5 സവിശേഷതകളും എങ്ങനെയാണ് എംപ്ലോയീസിന്റെ മെന്റൽ സൈക്കോളജിക്കൽ സ്റ്റേറ്റിലോട്ട്, മാനസികാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു, ദെൻ അതിന്റെ ഫലങ്ങൾ, അതിന്റെ ഔട്ട്കംസ് എന്താണ്, ഇത് 3ആണ് മെയിൻ ആയിട്ട് അവർ ഈ മോഡലിൽ പറയുന്നത്. ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. ഇത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. മെയിൻ ആയിട്ട് അപ്പൊ പഠിക്കുമ്പോൾ ഈ ഫ്ലോ ചാർട്ട് കമ്പൽസറി ആയിട്ട് പഠിക്കണം. ഓക്കെ, ഈ ഫ്ലോ ചാർട്ടിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻ നമുക്ക് വരും. വേറെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാൻ തന്നിട്ടില്ല. ഈ ഫ്ലോ ചാർട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം, സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്തേക്കട്ടോ. ആ ഫ്ലോ ചാർട്ടാണ് നമ്മുടെ മെയിൻ സെക്ഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതും ആ ഒരു ഫ്ലോ ചാർട്ടിൽ നിന്നാണ്. തിയറിറ്റിക്കൽ ആയിട്ട് ഒരുപാടൊന്നും തന്നിട്ടില്ല, ജസ്റ്റ് ആ ഫ്ലോ ചാർട്ടാണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. മാർക്ക് ചെയ്ത് വെച്ചോ, ഇമ്പോർട്ടന്റ് ആണെന്ന് ഒരു സ്റ്റാർ മാർക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് മോഡൽ സ്റ്റാർട്ട് ചെയ്യാലോ, നോക്കാം. നമുക്ക് ഇന്ന് തന്നെ ഇത് വളരെ എളുപ്പത്തിൽ പഠിക്കാമല്ലോ. കംപ്ലീറ്റ് ചെയ്യാൻ ടൈം ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിയില്ല, നോക്കാം. അപ്പൊ 5 സ്വഭാവ സവിശേഷതകളാണ് അവര് മെൻഷൻ ചെയ്തിരിക്കുന്നത്. കോർ ജോബ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ 5 ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ 5 പഠിക്കണം. ഓക്കെ, ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം.
ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. സോ തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ കോർ ജോബ് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് നമ്മൾ സ്വഭാവ സവിശേഷതകൾ നോക്കാം. വായിക്കാൻ പറ്റുന്നുണ്ടോ? ടെക്സ്റ്റില് വളരെ ചെറുതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. വായിക്കാൻ പറ്റുന്നില്ലേ? കുഴപ്പമില്ലല്ലോ, അത്യാവശ്യം വായിക്കാമല്ലോ. വായിക്കാൻ പറ്റുന്നില്ല? എല്ലാവർക്കും അങ്ങനെയാണോ? ഒട്ടും വായിക്കാൻ പറ്റില്ലേ? ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയേ, അതാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. ക്ലിയർ അല്ല എങ്കിൽ എഴുതി വെക്കണം, ഞാൻ പറയാം. എഴുതി വെച്ചോളൂ കേട്ടോ. ക്ലിയർ അല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ വായിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആണത്. ഞാൻ വായിക്കാം, എഴുതി വെക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ചിലർക്ക് ചിലപ്പോൾ ടെക്സ്റ്റിലെ ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ഓക്കെ, എഴുതി വെക്കാം കേട്ടോ. കോർ ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. സ്കിൽ വെറൈറ്റി. സ്കിൽ വെറൈറ്റി ക്ലിയർ അല്ലാത്തവര് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഫസ്റ്റത്തത് സ്കിൽ വെറൈറ്റി. രണ്ടാമത്തെ സവിശേഷത ടാസ്ക് ഐഡന്റിറ്റി. ടാസ്ക് ഐഡന്റിറ്റി. മൂന്നാമത്തത് ടാസ്ക് സിഗ്നിഫിക്കൻസ്. ടാസ്ക് സിഗ്നിഫിക്കൻസ്. നാലാമത്തത് ഓട്ടോണമി. ഓട്ടോണമി. ലാസ്റ്റ് വൺ ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക്. ഓക്കെ, ഒന്നും കൂടി വായിക്കാം. 5 എണ്ണം നോക്കാം. സ്കിൽ വെറൈറ്റി, ടാസ്ക് ഐഡന്റിറ്റി, ടാസ്ക് സിഗ്നിഫിക്കൻസ്, ഓട്ടോണമി ആൻഡ് ഫീഡ്ബാക്ക്. എഴുതി വെച്ചോ? ഓക്കെ, അപ്പൊ ഈ 5 സവിശേഷതകളാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സ്കിൽ വെറൈറ്റി, ടാസ്ക് ഐഡന്റിറ്റി, ടാസ്ക് സിഗ്നിഫിക്കൻസ്, ഓട്ടോണമി, ഫീഡ്ബാക്ക്. 5 എണ്ണം പഠിക്കണം കേട്ടോ. എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, എന്താണ് ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡലിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ്, ഈ 5 പോയിന്റ്സ് കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, ദെൻ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സ്, ഔട്ട്കംസ് നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. പോരെ? നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയോ? ടൈം ആയല്ലോ. ഞാൻ ഓടിച്ചിട്ട് പറയാൻ പറ്റില്ല. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഒരുപാടില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം മനസ്സിലാവുന്ന രീതിയിൽ പറയണമല്ലോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ ഒന്നും കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എടുത്തത്രയും ക്ലിയർ ആണോ? കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയോ? ഫസ്റ്റത്തെ ആ ഒരു സെക്ഷനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല, നിങ്ങൾ ആ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സുകൾ ഭംഗിയായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ ആണോ? ക്ലാസ് ക്ലിയർ ആണോ? പഠിക്കാനൊക്കെ ഉണ്ടോ എല്ലാവരും? ക്ലാസ് കഴിഞ്ഞൊരു 2 minutes 3 minutes ആണ് നിങ്ങളോട് സംസാരിക്കുന്നത് ആകെ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലാസ് ഒക്കെ പോയിട്ട് ഓക്കെ ആണോ? എല്ലാ ക്ലാസ്സുകളും പഠിക്കാനുണ്ട്? പഠിക്കാനുണ്ട്. ഓക്കെ, വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയാൻ കൂട്ടത്തില്ല. എങ്കിലും എന്തായാലും നമ്മൾ ഇതും കൂടി ചെയ്യുന്നതാണല്ലോ. അതിനും കൂടി കുറച്ച് സമയമൊക്കെ കണ്ടെത്താം. വർക്ക് നിങ്ങൾക്ക് നടക്കട്ടെ, അതിന്റെ ഇടയിൽ പഠനവും കൂടി പോയിക്കോളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. ഇനി വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അത് ക്ലിയർ ചെയ്യണം കേട്ടോ. ചോദിക്കാം. ദെൻ മോഡൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. മനസ്സിലാവാത്തതോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഫോളോ ചെയ്യാനോ? സ്പീഡിന്റെ പ്രശ്നമോ? സ്പീഡൊക്കെ ഓക്കെ അല്ലേ? ഇപ്പോ ക്ലിയർ ആണല്ലോ? ടെക്സ്റ്റ് ബുക്ക് ഇമ്പോർട്ടന്റ് ആണോ? ടെക്സ്റ്റ് ബുക്ക് ഇമ്പോർട്ടന്റ് ആണല്ലോ. ടെക്സ്റ്റ് ബുക്കിൽ നിന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. Thank you, Miss. Thank you, Miss.